Good afternoon. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ എക്സാമിനേഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലേ അതെല്ലാം പറഞ്ഞു നിർത്തിയത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ 5th പോയിന്റ് അല്ലെ, 5ാമത്തെ പോയിന്റ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത്. രേഖ, അക്ഷയ്, സാന്ദ്ര. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക്. റെഫറൻസ് ചെക്ക്. നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുണ്ടോ? ആ സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മളൊരു 5ാമത്തെ പോയിന്റ് ആയിട്ട് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ അല്ലെ. സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്താണ്, നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ റെഫറൻസ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു എക്സ് എംപ്ലോയേഴ്സ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം അല്ലെ. നമുക്കിപ്പോ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് അത് നമ്മൾ ആ കാൻഡിഡേറ്റ്സ് നിന്നിരുന്ന മുന്നുള്ള സ്ഥാപനത്തിലെ എംപ്ലോയേഴ്സിനോട് അവരെ വേണമെങ്കിൽ നമ്മൾ റെഫറൻസ് ചെയ്യാം അല്ലെ. ഈ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് അവിടെ വർക്കിംഗ് ജോലി ചെയ്യുന്നപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ റെഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ സ്കൂളുകൾ അല്ലെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകള് ഈ നമ്മുടെ എന്താണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ റെഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. അല്ലെങ്കിൽ ആ വ്യക്തിയെ അറിയുന്ന ആളുകൾ അല്ലെ, or some other important people know the candidates attitude and skill. കാൻഡിഡേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് സ്കില്ലുകളൊക്കെ അറിയുന്ന മറ്റൊരു വ്യക്തിയോടും നമുക്ക് റെഫറൻസ് ചോദിക്കാം. അതായത് റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത്? The process of collecting and verifying criminal records, commercial record and financial record of an individual is known as reference check. അല്ലെ, എന്ത് ചെയ്യുന്നു? The process of collecting, കളക്ട് ചെയ്യാൻ, ശേഖരിക്കുന്നു. വെരിഫൈങ് ക്രിമിനൽ റെക്കോർഡ്സ്, ആ കാൻഡിഡേറ്റ്സിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഏതെങ്കിലും കേസുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ. കൊമേഴ്ഷ്യൽ റെക്കോർഡ്, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങള്. അത് ഫിനാൻഷ്യൽ റെക്കോർഡുകള്, സാമ്പത്തികപരമായിട്ടുള്ള റെക്കോർഡുകള്, ഇതൊക്കെ കളക്ട് ചെയ്യുന്നു. അത് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇറ്റ്സ് നോൺ ആസ് ഡാഷ്. ആ സെന്റൻസ് അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടാ. എങ്ങനെയാണ് റെഫറൻസ് ചെക്ക് എന്തിനാ ചെയ്യുന്നത്? ആ കാൻഡിഡേറ്റ്സിന് നമ്മൾ റെഫർ ചെയ്യാണ്. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അല്ലെ, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. റെഫറൻസ് ആ പേരിൽ തന്നെ അറിയണം, റെഫർ ചെയ്യാണ് നമ്മള്. ഒന്നുകൂടെ നമ്മൾ ആ പറയുന്നത് ഓക്കെ ആണോ, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ്. അത് കളക്ട് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ക്രിമിനൽ റെക്കോർഡ്സ്, കൊമേഴ്ഷ്യൽ റെക്കോർഡ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് റെഫറൻസ് ചെക്ക്. ഓക്കെ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇനി റെഫറൻസ് ചെക്കിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഓർ ആന്റിസിഡന്റ് ചെക്ക്. ആന്റിസിഡന്റ് ചെക്ക്, അത് രണ്ടും അണ്ടർലൈൻ ചെയ്തോട്ടോ. റെഫറൻസ് ചെക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാലും ആന്റിസിഡന്റ് ചെക്ക് എന്ന് പറഞ്ഞാലും റെഫറൻസ് ചെക്ക് തന്നെയാണ്. അതിന്റെ മറ്റു രണ്ട് പേരുകളാണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. These checks are commonly used by the employer. ഇതാരാ ഇത് ചെക്ക് ചെയ്യുന്ന ആളാരാണ്? എംപ്ലോയർ ആണ്. എന്തിനു വേണ്ടി? To bring out more information about the candidate's qualification, fitness, character, working, etc. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? എംപ്ലോയർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ചെക്ക് നടത്തുന്നത്? To bring out more information about the candidate's qualification. കാൻഡിഡേറ്റ്സിന്റെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെ, ക്വാളിഫിക്കേഷൻ, അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട്, കൂടുതൽ വിവരങ്ങൾ നേടുന്നതിന്. ഫിറ്റ്നസ്, ആ ജോലിക്ക് അവൻ ഫിറ്റ് ആണോ, ആപ്റ്റ് ആണോ, ക്യാരക്ടർ, സ്വഭാവ സവിശേഷതകളാ, അവരുടെ വർക്കിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ചെക്ക് സാധാരണയായിട്ട് എംപ്ലോയർ ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. അത് യൂസ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. എന്തിനു വേണ്ടി? നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ, ഫിറ്റ്നസ്, ക്യാരക്ടേഴ്സ്, വർക്ക്
വർക്കിംഗ് അവരുടെ വർക്കിംഗ് എങ്ങനെയാണ് അല്ലെ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. These checks are also used to evaluate the potential hiring risk for safety and security purpose. ഇനി എന്തിനു വേണ്ടിയാ വീണ്ടും പറഞ്ഞേക്കാണ് the checks are also used എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ എന്താണ് സാധ്യതയുള്ള ഒരു നിയമന അപകടങ്ങള് അതിന്റെ ആ ഒരു സാധ്യതയെ ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസ് സുരക്ഷിതത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ നിയമന റിസ്കുകളുടെ സാധ്യതകള് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും ഇതാണ് ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. ആ ഒരു ഇതില് അവരെ ഇപ്പൊ അതിന് കറക്റ്റ് ഫിറ്റ് അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന ആ ഒരു പൊസിഷനിലേക്കിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഹയറിംഗ് റിസ്കുകൾ അല്ലെ നിയമന അപകടങ്ങള് ഉണ്ടാകാം. അപ്പൊ അതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? സേഫ്റ്റിക്ക് വേണ്ടി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസ്. അതുമൂലം കാൻഡിഡേറ്റ്സിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവരുടെ സേഫ്റ്റിക്ക് സെക്യൂരിറ്റി ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ എന്താണ് നിയമന അപകട സാധ്യതകള് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. അതില് 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. രണ്ടാമത്തെ എന്താണ് റെഫറൻസ് ചെക്ക് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. മറ്റൊരു 2 പേരുകൾ നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ആന്റിസിഡന്റ് ചെക്ക് എന്ന് പറയും. പിന്നെ അതിനകത്ത് എംപ്ലോയർ ആണോ അത് ഉപയോഗിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ട്? കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നേടുന്നതിന് വേണ്ടിയിട്ട്, ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച ഫിറ്റ്നസ്, ക്യാരക്ടർ, വർക്കിംഗ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് നേടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ആ നിയമന അപകടങ്ങള് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് പർപ്പസ് ആണ്? ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസ്. അവിടുത്തെ സേഫ്റ്റി സെക്യൂരിറ്റി അതിന് വേണ്ടിയിട്ട് ആ നിയമന അപകടങ്ങളുടെ സാധ്യത ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ചെക്സ് ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, എംപ്ലോയി ആന്റിസിഡന്റ് വെരിഫിക്കേഷൻ ടൂൾ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ given by the candidates in relation to the previous employment. അതായത് എംപ്ലോയ്മെന്റ് തൊഴില് മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകുന്ന ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് എംപ്ലോയി ആന്റിസിഡന്റ് വെരിഫിക്കേഷൻ ടൂൾ റെഫറൻസ് വെരിഫിക്കേഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ മുന്നൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക, അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ പ്രീവിയസ് എന്റെ മുന്നുള്ള തൊഴിലുമായി സംബന്ധിക്കുന്ന കാൻഡിഡേറ്റ്സ് ഞാൻ നൽകുന്ന ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് ഇതൊരു വെരിഫിക്കേഷൻ ടൂൾ ആണ്. എംപ്ലോയി ആന്റിസിഡന്റ് വെരിഫിക്കേഷൻ ടൂൾ ഈസ് യൂസ്ഡ് റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നത് ടു ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ given by the candidates നൽകുന്ന ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഏതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങള് അവന്റെ മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകുന്ന വിവരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. However, thorough verification of the individual's previous employment reveals several unreported employment falsification about the previous title and duty titles and duties and the employment gaps. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ മുൻകാല ജോലി അല്ലെ പ്രീവിയസ് ആയിട്ടുള്ള അവന്റെ എംപ്ലോയ്മെന്റ് ആ തൊഴില് മുന്നുള്ള ജോലി സ്ഥിരീകരിക്കുന്നത് വഴി നമുക്ക് എന്താണ് നമ്മുടെ അൺറിപ്പോർട്ടഡ് എംപ്ലോയ്മെന്റ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. reveal several unreported employees. നമ്മൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പല തൊഴിലുകളും അവർ മുന്നേ ചെയ്തിരുന്നതാണ്, അത് റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പല ഒഴിവുകള്, പിന്നെ അതുപോലെ തന്നെ ഫാൾസിഫിക്കേഷൻ അബൌട്ട് ദ പ്രീവിയസ് ടൈറ്റിൽ മുന്നുള്ള തസ്തികയെ അതിന്റെ ഡ്യൂട്ടിനെ കുറിച്ചുള്ള ഒരു ഫാൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, ആ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് എന്നിവ വെളിപ്പെടുത്താനും സഹായിക്കുന്നു. ഈ റെഫറൻസ് ചെക്ക് എന്താണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് മുൻകാല ജോലിയുടെ സ്ഥിരീകരണം അതല്ലേ, നമുക്ക് നേരത്തെ ജോലിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പല ജോലി കാര്യങ്ങളെ കുറിച്ച്
പിന്നെ മുന്നുള്ള ഡ്യൂട്ടീസ്, ടൈറ്റില്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാജവൽക്കരണം, ഫോൾസിഫിക്കേഷൻ, പിന്നെ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും സഹായിക്കുന്നു. Then purpose of reference checking. ഇനി അതിലെ പോയിന്റ്സുകൾ 5 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. Which of the following is included in the purpose of reference checking? Purpose of reference checkingന്റെ പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? എന്താണ് ഈ റെഫറൻസ് ചെക്കിംഗ് നടത്തുന്നതിന്റെ പർപ്പസ് എന്താണ്? First എന്താ? Verification of the information given by the job applicants. ഒരു ജോബ് ആപ്ലിക്കൻസ് നൽകുന്ന ഇൻഫർമേഷനെ വെരിഫൈ ചെയ്യുക, അല്ലെ? ഇപ്പൊ ഞാൻ എന്റെ എന്താ പറയാ ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ നൽകുന്ന വിവരങ്ങള് അത് ശരിയാണോ എന്ന് ആ ഒരു എംപ്ലോയറിന് റെഫർ ചെയ്യണമല്ലോ, അല്ലെ? റെഫർ ചെയ്യണ്ടേ? അത് പല രീതികൾ പറയുന്നുണ്ട്, റെഫറൻസ് ചെക്കിന്റെ പല ഇത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങളെ വെരിഫൈ ചെയ്യാൻ. ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ given by the job applicants. ക്ലിയർ ആയ ഫസ്റ്റ് പോയിന്റ്? ആപ്ലിക്കൻസ് കൊടുത്തിട്ടുള്ള വിവരങ്ങള് അതിനെ വെരിഫൈ ചെയ്യാൻ റെഫറൻസ് ചെക്കിങ് വേണം. Sometimes job applicants may not give accurate information regarding the previous employment. അല്ലെ? ഇപ്പൊ മുന്നുള്ള എംപ്ലോയ്മെന്റുമായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയില്ലെങ്കിൽ, will not give the information, ജോബ് ആപ്ലിക്കൻസ്. ഇപ്പൊ ഞാൻ മുന്നേ ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ ആ കാര്യങ്ങള് എന്താ പ്രീവിയസ് ജോലിയുമായി സംബന്ധിക്കുന്ന ഞാൻ നൽകുന്നത് തെറ്റായിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ, അല്ലെ? അതായത് നമുക്ക് എന്താ പറയാ, ആപ്ലിക്കൻസ് മേ നോട്ട് ഗീവ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. കറക്റ്റ് ഇൻഫർമേഷൻ ആപ്ലിക്കൻസ് ചില സമയത്ത് പറയണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദർ എംപ്ലോയബിലിറ്റി, അല്ലെ, തൊഴിൽ ക്ഷമത എന്നിവയെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ചിലപ്പോ അവര് നൽകൂല. ഞാൻ മുന്നേ നിന്ന ജോലി അതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ പറയണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ this reference is used to verify the information provided by the candidates regarding the previous employment. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ ഈ വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത്? ആ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാണ്. മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഈ റെഫറൻസ് ഉപയോഗിക്കുന്നു. അതായത് ചില സമയത്ത് എന്താണ്, ഈ ആപ്ലിക്കൻസ് തന്റെ മുന്നുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവൻ നൽകില്ല, ചിലപ്പോ അവര് കൊടുക്കില്ല. അതെന്തിനു? അതായത് അവരുടെ തൊഴിൽ ക്ഷമതയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങള് അവര് ചിലപ്പോ നൽകണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റെഫറൻസ് ഉപയോഗിക്കാം. Reference is used to, അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് used to verify the information. ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യുക, അതാണ് ഏത് റെഫറൻസ് എന്ന് പറയുന്നത്. റെഫർ ചെയ്യാണ് നമ്മള്. അവര് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്നുള്ളത് റെഫർ ചെയ്യുന്നു. Provided by the candidates regarding the previous employment. Okay, ആ ലാസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ എംപ്ലോയർ എന്ത് ചെയ്യുന്നു? അത് വെരിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ നോക്കിയേ, ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ്. സ്വഭാവങ്ങള്, കാൻഡിഡേറ്റ്സിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ, ഇന്റർപേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഗത കഴിവുകള് അതും ക്യാരക്ടറും മനസ്സിലാക്കാൻ. If the interpersonal skill is essential for any job profile, അല്ലെ, ഏതൊരു ജോലിക്കും എന്ത് വേണം? ഒരു വ്യക്തിഗത കഴിവുകൾ വേണം. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് പോവുകയാണ്, അവിടെ പറയുന്നത് അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കഴിവുകൾ വേണം, അല്ലെ? എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടറിഞ്ഞും അത് നോക്കി കണ്ടു ചെയ്യാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഓരോ കഴിവുകൾ വേണം. In that case, separate category should be present on the reference check is in order to obtain the detailed information. അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് സെപ്പറേറ്റ് കാറ്റഗറി വേണം. Should be present on reference check. റെഫറൻസ് ചെക്കിന് പ്രത്യേകം കാറ്റഗറി അവിടെ കൊടുക്കണം. എക്സാമ്പിൾ നോക്കിയേ, HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എക്സെട്ര. അങ്ങനെ അവരെ ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം എന്ത് കൊടുക്കണം? ആ ഒരു കാറ്റഗറി തന്നെ അവിടെ സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്.
നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടർ, ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ്, കഴിവുകൾ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് സെപ്പറേറ്റ് കാറ്റഗറി വേണം. റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാറ്റഗറി വേണം. ഫോർ എക്സാമ്പിൾ ഒരു കാറ്റഗറിയാണ് HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ. ഓക്കെ, അത് എല്ലാ ജോലിക്കും എന്താണ് ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല് അത്യാവശ്യമാണ്. അതുപോലെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു പ്രത്യേക കാറ്റഗറി വേണം. ഇനി മൂന്നാമത്തെയാണ് ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഇനി ചിലരെ ഫുൾ ഇൻഫർമേഷൻ പറയണമെന്നില്ല, എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം, അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒമിഷൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതാട്ടോ. ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങൾ ഒഴിവാക്കുന്നത് നമുക്ക് പരിശോധിക്കാൻ പറ്റും. Sometimes candidates may not give the detail related to their background. ചിലപ്പോ കാൻഡിഡേറ്റ്സ് തന്റെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി മോശമാണെങ്കിൽ ചിലപ്പോ എന്താണ് മൊത്തം ഇൻഫർമേഷൻസ് ചിലപ്പോ പറയണമെന്നില്ല അല്ലെ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി മോശമാണെങ്കിൽ നമ്മൾ ചിലപ്പോ എല്ലാ കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തുന്നില്ല. അതാ പറഞ്ഞത്, ചിലപ്പോൾ കാൻഡിഡേറ്റ്സ് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടുമായി സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സ് നൽകണമെന്നില്ല. അങ്ങനെ വരുമ്പോഴോ because they believe that it will, അപ്പൊ അങ്ങനെ നൽകുമ്പോൾ ചിലപ്പോൾ അവരെ വിശ്വസിക്കുന്ന it will reduce their chance of employment, അവരുടെ തൊഴിലിന്റെ സാധ്യത നഷ്ടപ്പെടാമെന്ന് ചിലപ്പോൾ അവർ വിചാരിക്കാം. ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ക്രിമിനൽ ഇതുണ്ട്, പക്ഷെ എന്റെ ഡീറ്റെയിൽ അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ക്രിമിനൽ ഇതുള്ള ഒരാളെ അവിടേക്ക് കിട്ടുമോ, അവരേക്ക് അവര് ജോലിക്ക് കിട്ടുമോ? ഇപ്പം നമുക്ക് എന്തെങ്കിലും മെന്റലി ഒരു ചെറിയൊരു ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ, പക്ഷെ ഞാനത് ഒളിച്ചു വെച്ചു, ഞാനത് ചിലപ്പോൾ വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ആ കറക്റ്റ് ആയിട്ടുള്ള ഇത് ചിലപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞാല് എന്താണ്, ചിലപ്പോൾ നമുക്ക് ആ ഒരു ജോലി നഷ്ടപ്പെടാം, ആ ഒരു ചാൻസ് നമുക്ക് കുറയാം, ജോലി കിട്ടാനുള്ള ചാൻസ് കുറയാം. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചില എംപ്ലോയീസ് എന്താണ്, അവര് ഫുൾ ഡീറ്റെയിൽ ഒന്നും പറയണമെന്നില്ല, ഈ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് പറയണമെന്നില്ല. Most of the employer want to check whether the candidate has any criminal record or not. കണ്ടോ, അതായത് മോസ്റ്റ് ഓഫ് ദ എംപ്ലോയേഴ്സ്, മിക്ക എംപ്ലോയേഴ്സും ചെക്ക് ചെയ്യുന്നുണ്ട് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടന്റ് അല്ലേ. ഈ ക്രിമിനൽ റെക്കോർഡ് ഒക്കെ ഉള്ള ആളെ നമ്മളൊരു ജോലിക്ക് ഇട്ട് കഴിഞ്ഞാൽ അവനവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാൻഡിഡേറ്റ്സ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാത്ത വിവരങ്ങള് അതിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയും ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? അത് മൂന്നാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ചിലപ്പോ അവരെ തുറന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് ആ ചാൻസ് പോകും, ജോലി കിട്ടാനുള്ള ചാൻസ് പോകും. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മറച്ചു വെക്കാം. പക്ഷെ എംപ്ലോയർ എന്തായാലും എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം, റെഫറൻസ് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നാലാമത്തെ പോയിന്റ്, സെർവ് ആസ് എ പ്രിഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്. എന്തായിരിക്കണം? സെർവ് ആസ് എ പ്രിഡിക്റ്റർ ആയിരിക്കണം, ഒരു മുൻവിധി, ജോബിന്റെ വിജയത്തെ കുറിച്ച് മുൻകൂട്ടി കാണണം, ഒരു പ്രിഡിക്റ്റർ ആയിരിക്കണം, പ്രിഡിക്റ്റർ ആയിട്ട് സെർവ് ചെയ്യണം. Reference check is used to predict the ability of job applicants to perform the task and duties. അവിടെയൊക്കെ നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. Dash is used to predict. എന്താണ്? Reference check is used to predict the ability of job applicants. ഈ ജോബ് ആപ്ലിക്കൻസിന്റെ എബിലിറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു, കഴിവുകളെ പ്രഡിക്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു പെർഫോം ദ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ, ആ ടാസ്ക് നിർവഹിക്കാനുള്ള ജോബ് ആപ്ലിക്കൻസിന്റെ എബിലിറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷനും മറ്റുള്ള എക്സ്പീരിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതൊന്ന് നമുക്ക് എന്താണ്, നമുക്ക് അവര് അത് ഓക്കെ ആണോ അല്ലെ, ആ ടാസ്ക് അല്ലെ ഡ്യൂട്ടീസ് അതൊക്കെ നിർവഹിക്കാൻ അവൻ ഓക്കെ ആണോ എന്നൊക്കെ നമുക്കൊന്ന് റെഫറൻസ് ചെക്ക് നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. Hence, it can be used to forecast job success. ജോബിന്റെ വിജയം പ്രവചിക്കാനായിട്ടും റെഫറൻസ് ചെക്ക് ഉപയോഗിക്കാം. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് റെഫറൻസ് വഴി കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എന്താണ്, അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ ആ ജോലിയിലേക്ക്, ആ ഡ്യൂട്ടി അല്ലെങ്കിൽ ടാസ്ക് അത് നിർവഹിക്കാൻ അവൻ ആപ്റ്റാണോ, അവൻ നല്ല രീതിയിൽ അവന് പെർഫോം ചെയ്യാൻ പറ്റുമോ, നമുക്ക് ആ ജോബിന്റെ വിജയത്തെ, ജോബിന്റെ സക്സസിനെ നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റും.
അഞ്ചാമത്തെ നോക്കിയേ, വില്ലിംഗ്നെസ് ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു ഹയർ ദ ആപ്ലിക്കൻസ്. വില്ലിംഗ് ആവുകയാണെങ്കിൽ, തയ്യാറാവുകയാണ്, ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ, പാസ്റ്റ് മുമ്പുള്ള അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയർ, ടു റീഹയർ വീണ്ടും നിയമിക്കാൻ, ആപ്ലിക്കൻസിനെ വീണ്ടും നിയമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇപ്പൊ പാസ്റ്റ് എംപ്ലോയർ അല്ലെങ്കിൽ കറന്റ് എംപ്ലോയർ വീണ്ടും അവരെ റീഹയർ ചെയ്യുക, അല്ലെ, വീണ്ടും നിയമിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് റെഫറൻസ് ചെക്ക് നടത്തി വീണ്ടും നമുക്ക് അതിലേക്ക് ആ പോസ്റ്റിലേക്ക് വീണ്ടും അവരെ ഇടാൻ വേണമെങ്കിൽ, if the previous or current employer is eager to rehire the applicants, ആപ്ലിക്കൻസിനെ നിയമിക്കാൻ അവര് ആഗ്രഹിക്കുകയാണെങ്കിൽ, eager to rehire the applicants, വീണ്ടും അവരെ നിയമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, it help to get a clear view of the candidates potential, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഈ റഫറൻസ് ചെക്കിലൂടെ കിട്ടും. റെഫറൻസ് ചെക്കിലൂടെ ഇപ്പൊ നമ്മൾ അവര് നേരത്തെ നമ്മുടെ ഒരു പാസ്റ്റ് എംപ്ലോയർ ആണ്, കുറെ വർഷം നമ്മൾ ജോലി ചെയ്തതാണ് എന്ന് വിചാരിക്കുക, എന്നിട്ട് വീണ്ടും അവരെ റീഹയർ ചെയ്യാൻ, വീണ്ടും അവിടെ നിയമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ റെഫറൻസ് ചെക്ക് എന്ത് നൽകുന്നു? ക്ലിയർ വ്യൂ ഓഫ് ദ കാൻഡിഡേറ്റ്സ് പൊട്ടൻഷ്യൽ, കാൻഡിഡേറ്റ്സിന്റെ ഒരു കഴിവിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് റെഫറൻസ് ചെക്കിലൂടെ കിട്ടുന്നു. Okay, our last sentence underline ചെയ്തേ, dash help to get a clear view of the candidate's potential. കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ റെഫറൻസ് ചെക്കിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ വീണ്ടും അവരെ നിയമിക്കാനായിട്ടേ ഒന്നുകൂടി അവരെ ഒന്ന് നിയമിക്കാനായിട്ട് ഈ എംപ്ലോയറിന് ഇങ്ങനെ റെഫറൻസ് ചെക്കിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. നമുക്ക് എന്താണ്, ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാറ്, അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ, കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാൻ, പരിശോധിക്കാൻ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കും. പിന്നെ ക്യാരക്ടർ, ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ്, വ്യക്തിഗത കഴിവുകളും സ്വഭാവങ്ങളും മനസ്സിലാക്കാൻ, കാൻഡിഡേറ്റ്സിന്റെ സ്വഭാവങ്ങള്, വ്യക്തിഗത കഴിവുകളും മനസ്സിലാക്കാൻ. പിന്നെ ഈ കാൻഡിഡേറ്റ്സ് ഒഴിവാക്കിയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലേ, അത് ചെക്ക് ചെയ്യാൻ, നമ്മളോട് പറയാതിരുന്ന, എംപ്ലോയറിനോടൊക്കെ പറയാതിരുന്നിട്ടുള്ള വിവരങ്ങള് അത് ചെക്ക് ചെയ്യാൻ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കാം. പിന്നെ ജോബ് സക്സസിന്റെ പ്രിഡിക്റ്റർ ആണ്, സെർവ് ആസ് എ പ്രിഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്. അതായത് അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ എബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ജോലിയില് വിജയിക്കോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് അടുത്തത് എന്താണ്, ആപ്ലിക്കൻസിനെ പാസ്റ്റ് അല്ലെങ്കിൽ കറന്റ് എംപ്ലോയർ വീണ്ടും ഹയർ ചെയ്യാണ്, വീണ്ടും നിയമിക്കാനുള്ള ബില്ലിംഗ് ആവുകയാണെങ്കിൽ, തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഒക്കെ കിട്ടാനും റെഫറൻസ് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? 5 പോയിന്റ്സും ഓക്കെ അല്ലേ? പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു ഡാഷ് ഇട്ട് ചോദിക്കാം എന്താണെന്നുള്ളത്. അപ്പൊ റെഫറൻസ് ചെക്ക് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്നത്, അത് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഈ സെന്റൻസ് ഒക്കെ ഒന്നാമത്തെ ഈ സെന്റൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഡാഷ് ഈസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ചോദിക്കാം. വെരിഫൈ ദ ഇൻഫർമേഷൻ, കാൻഡിഡേറ്റ്സ് നൽകുന്ന ഇൻഫർമേഷൻ ഒക്കെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനാണ് റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അവിടെ പറയുന്നത് മെത്തേഡ്സ് ആണ്. റെഫറൻസ് ചെക്കിങ്ങിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് റെഫറൻസ് ചെക്ക് ചെയ്യാം? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്, അപ്പൊ എന്ത് വഴിയായിരിക്കും റെഫർ ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ ഏതിൽ കൂടി ആയിരിക്കണം? ഇന്റർനെറ്റിൽ കൂടെ, അല്ലെ? നെറ്റിൽ കൂടി ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ടെലിഫോൺ റെഫറൻസ് എന്താ? ടെലിഫോണിലൂടെ നമ്മൾ അത് എന്താണ്, നമ്മൾ റെഫർ ചെയ്യുന്ന ആളോട് കാൻഡിഡേറ്റ്സിന് സംബന്ധിക്കുന്ന കാര്യങ്ങള് അവര് റെഫർ ചെയ്യുന്ന ആളോട് നമുക്ക് ഫോൺ വിളിച്ചിട്ട് അങ്ങനെ നമുക്ക് ചോദിക്കാം. റിട്ടേൺ റെഫറൻസ്, എഴുത്തിലൂടെ, റിട്ടേൺ എടുത്ത് അവരുടെ ഇൻഫർമേഷൻസ്, അവരിപ്പോ പാസ്റ്റ് ജോലി ചെയ്തിരുന്ന അവിടുത്തെ റെക്കോർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള ഇതിലൂടെ നമുക്ക് റെഫറൻസ് ചോദിക്കാം. പിന്നെയാണ് പേഴ്സണൽ റെഫറൻസ്. പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള റെഫറൻസ്. ഇപ്പൊ ഞാനൊരാളെ റെഫർ ചെയ്യാണ്, ജോൾസിനെ ഞാൻ റെഫർ ചെയ്യുകയാണെങ്കിൽ എന്താ,
അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് ജോൺസിയോട് ചോദിക്കാം, അല്ലെ? ഞാൻ റെഫർ ചെയ്യുന്ന ആളോട് ചോദിക്കാം. അങ്ങനെ പിന്നെ അടുത്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ പഠിച്ച മുമ്പുള്ള എന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഫറൻസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ പല രീതിയിലുള്ള റെഫറൻസ് ചെക്കിംഗ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ് ആണ്. പല മെത്തേഡ് റെഫറൻസ് ചെക്കിനുള്ള പല മെത്തേഡ്. ഒന്നാമത്തെയാണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ്. Internet based references is a method of inquiring and checking the information given by the candidates online. Online ആയിട്ട് ഇതിന്റെ സഹായത്തോടുകൂടി with the help of the computer. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാണ്, എൻക്വയറി ചെയ്യാണ്, അന്വേഷിക്കുകയാണ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഓൺലൈൻ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി. അതാണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് എൻക്വയറിംഗ് ആൻഡ് ചെക്കിംഗ് ദ ഇൻഫർമേഷൻ given by the candidates online with the help of computer. ആ സെന്റൻസ് തരുമ്പോ തന്നെ അറിയാൻ പാടില്ലേ ഏത് റെഫറൻസ് ആ? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ അതില്. In this method, employer use various search engines. ഇനി എംപ്ലോയർ എന്താ ഉപയോഗിക്കുന്ന? പല സെർച്ച് എഞ്ചിൻസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗൂഗിൾ നോക്കാം, യാഹൂ എക്സെട്ര തുടങ്ങിയ പല സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുന്നു. അതായത് ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഗൂഗിൾ വഴി യാഹൂ തുടങ്ങിയ സെർച്ച് എഞ്ചിൻസ് എംപ്ലോയർ ഉപയോഗിക്കുകയാണ് ഈ മെത്തേഡില്. To verify that the information provided by the candidates is true or not. എന്തിനു വേണ്ടിയാ? കാൻഡിഡേറ്റ്സ് അവിടെ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ആ ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് എന്തുപയോഗിക്കും അവിടെ? ഓൺലൈനായിട്ട്, അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് വെരിഫൈ ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ അതിന് വെരിഫൈ ചെയ്യുന്നത്. Nowadays, Internet based reference checks are becoming popular in India. ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണ്. എന്തുകൊണ്ടാണ്? among various organizations. ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് വളരെ പോപ്പുലർ ആണ്. എന്തുകൊണ്ടാണെന്നൊക്കെ? ബിക്കോസ് now the employers want to make less എഫേർട്ട് കുറവല്ലേ? അല്ലെ? ഓൺലൈൻ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാം, എഫേർട്ട് കുറവാണ്. ഫോർ റെഫറൻസ് ചെക്ക്. റെഫറൻസ് ചെക്കിന് എഫേർട്ട് കുറവായതുകൊണ്ട് മിക്ക എംപ്ലോയേഴ്സും പല ഓർഗനൈസേഷനും ഈ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബിക്കം പോപ്പുലർ. ഇന്ത്യയിൽ അത് പോപ്പുലർ ആണ്. പല സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മളത് വളരെയധികം പോപ്പുലർ ആണ്. ഇതുകൊണ്ടാണ് ലെസ് എഫേർട്ട് ആണ് റെഫറൻസ് ചെക്ക്, അല്ലെ? അതെന്ന് വെച്ചാൽ എഫേർട്ട് വളരെ കുറവാണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഡാഷ് ഈസ് എ മെത്തേഡ് എന്നുള്ളത്. ഇനി ഇൻ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് എംപ്ലോയേഴ്സ് യൂസ് വേരിയസ് സെർച്ച് എഞ്ചിൻസ് സച്ച് ആസ്. ഏതൊക്കെ? ഇതാ രണ്ടെണ്ണം പറഞ്ഞേക്കണം, ഗൂഗിൾ, യാഹൂ എക്സെട്ര. രണ്ടെണ്ണേ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ രണ്ടെണ്ണം നോക്കി വെക്കുക കേട്ടോ. പല സെർച്ച് എഞ്ചിൻസ് ഉണ്ടല്ലോ നമ്മള്, അത് ഗൂഗിൾ, യാഹൂ എക്സെട്ര. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡന്റിഫൈ ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് ട്രൂ ഓർ ഫോൾസ്. കാൻഡിഡേറ്റ്സ് നൽകുന്ന വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ അത് വെരിഫൈ ചെയ്യാൻ. Nowadays, internet based reference check are become popular. വളരെ പോപ്പുലർ ആണ്. എന്തുകൊണ്ടാ? അത് എഫേർട്ട് കുറവാണ് അതില്. റെഫറൻസ് ചെക്ക് അല്ലെ അതിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എഫേർട്ട് കുറവായതുകൊണ്ട്. ഓക്കെ അല്ലേ? രണ്ടാമത്തെയാണ് ടെലിഫോൺ റെഫറൻസ്. ഏതിൽ കൂടെ ആയിരിക്കും? ഫോണിൽ കൂടെയാണ്. ഫോൺ വിളിച്ച് അല്ലെ ഫോണിൽ കൂടെയാണ് റെഫറൻസ് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ആണ് ടെലിഫോൺ റെഫറൻസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് എംപ്ലോയർ മേ വെരിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻഫർമേഷൻ ഓവർ ദ ഫോൺ. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. In which of the following method the employer may be verify the candidate's information over the phone? അല്ലെങ്കിൽ ഡാഷ് മെത്തേഡ്. ഏത് മെത്തേഡിലാണ്? ഫോണിൽ കൂടെ കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ വെരിഫൈ ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? ടെലിഫോൺ റെഫറൻസ് ആണ്. പേരിൽ നിന്ന് തന്നെ അറിയാം നമുക്ക്. In this method, employers may verify
the candidate's information over the phone. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എംപ്ലോയീസ് വെരിഫൈ ചെയ്യുന്നത് ഏതിൽ കൂടിയാണ്? ഫോണിൽ കൂടിയാണ്. ടെലിഫോൺ റെഫറൻസ് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? A telephone reference check allow the employer to assess the tone of the applicant previous employer. അതായത് ആപ്ലിക്കൻസിന്റെ പ്രീവിയസ് എംപ്ലോയർ അവരുടെ ടോണിൽ നിന്ന്, അവരുടെ ആ ശബ്ദത്തിൽ നിന്ന്, സംസാര രീതിയിൽ നിന്ന് എംപ്ലോയറിനെ അസസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ വിനീതയുടെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ എന്നെ കുറിച്ച് പ്രീവിയസ് എംപ്ലോയർ ആണല്ലോ വിനീത. എന്നെ കുറിച്ച് അന്വേഷിക്കാന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഓർഗനൈസേഷനില് പ്രീവിയസ് എംപ്ലോയർ ആയ വിനീതോട് അന്വേഷിക്കുമ്പോൾ വിനീതോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ആ കാൻഡിഡേറ്റ്സ്, എങ്ങനെയുണ്ട്, എന്താണ് ഡീറ്റെയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോ വിനീതയുടെ ടോൺ, ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? കുഴപ്പമില്ല, ഇങ്ങനെയാണെന്നൊക്കെ ഒരു മുക്കി മൂടിയൊക്കെ ഒരു പെർഫെക്റ്റ് അല്ലാത്ത രീതി പറയുമ്പോൾ ആ എംപ്ലോയറിനെ അസസ് ചെയ്യാൻ പറ്റുമല്ലോ ഈസി ആയിട്ട് ആ സംസാര രീതിയിലൂടെ, ഇല്ലേ? അറിയാൻ പറ്റൂലേ? എന്നാ അപ്പൊ തന്നെ പറയാണ് പെർഫെക്റ്റ് ആണ്, ഓക്കെ, ആള് ഓക്കെ ആണ്, നല്ല ബ്രില്യന്റ് ആണ്, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ പറയുമ്പോ എന്താ ഡയറക്റ്റ് എംപ്ലോയറിന് ഇവരെ അസസ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ ടോണിൽ കൂടെ പ്രീവിയസ് എംപ്ലോയറുമായിട്ട് ഫോണിൽ കൂടെയാണ് എന്റെ റെഫറൻസ് നടത്തുന്നത്, വെരിഫൈ ചെയ്യുന്നത്. എന്നെ ഒന്ന് എന്റെ കാര്യങ്ങൾ ഞാൻ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ശരിയല്ലേന്ന് എന്റെ പ്രീവിയസ് എംപ്ലോയറിനോട് ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ പ്രീവിയസ് എംപ്ലോയർ പറയുന്ന അവരുടെ അർത്ഥമോ അതിൽ നിന്ന് ഈ എംപ്ലോയറിന് വെരിഫൈ ചെയ്യാൻ പറ്റും. Then determine the truthfulness of data about the applicants. ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ആപ്ലിക്കൻസ് തന്നിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുള്ള ഡേറ്റയുടെ സത്യാവസ്ഥ നിർണ്ണയിക്കാനും അനുവദിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. A telephone reference check allow the employer to assess the tone of the applicants. Previous employer ടോണിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഡിറ്റർമിൻ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ ഡേറ്റ അബൌട്ട് ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ഡേറ്റയുടെ സത്യാവസ്ഥ നിർണ്ണയിക്കാനും പറ്റും. അടുത്ത് നോക്കിയ റിട്ടേൺ റെഫറൻസസ്. അതെങ്ങനെയായിരിക്കും? ലെക്ചർ ആയിരിക്കും അല്ലെ? ലെക്ചറിലൂടെ റിട്ടേൺ ആയിട്ടാണ് പേരിന്നറിയാം. ഒന്നാമത്തെ നമ്മൾ ഏതാണ് ഇന്റർനെറ്റിൽ കൂടെ നമ്മുടെ എന്താണ് ഓൺലൈൻ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി റെഫർ ചെയ്യുന്നു. ഗൂഗിൾ, യാഹൂ തുടങ്ങിയവ സെർച്ച് എൻജിൻസ് അത് ഉപയോഗിച്ച് കാൻഡിഡേറ്റ്സ് തന്നിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് അത് വെരിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ ഈ കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് എംപ്ലോയറുമായിട്ട് ഫോണിലൂടെ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യുന്നു. മൂന്നാമത്തെയാണ് റിട്ടേൺ റെഫറൻസ്. എഴുത്തുകുത്ത് കാര്യങ്ങൾ ലെക്ചറിൽ കൂടെ. In this method, a letter is used to check or inquire the information about the candidates. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. In dash method, a letter is used to check or inquire the information about the candidates. ഏതാണ്? റിട്ടേൺ റെഫറൻസ്. A large amount of information is collected by the HR department of the candidate's previous organization. Candidates മുന്നേ നിന്ന് ഓർഗനൈസേഷനിലെ HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് ഒരു വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അല്ലെ? ഞാൻ മുന്നിൽ നിന്ന സ്ഥാപനത്തിലെ HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ റെക്കോർഡാക്കി അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. The data collected by the HR department and the previous employer of the candidates whose name has been mentioned by the candidates. അതായത് ഈ കാൻഡിഡേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള ആ പ്രീവിയസ് എംപ്ലോയർ, അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ ഡേറ്റാസ് അതാണ് നോക്കുന്നത്. The question in return request reference should be. ഈ റിട്ടേൺ റിക്വസ്റ്റ് റെഫറൻസിന് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ്, സിമ്പിൾ ആൻഡ് റിലേറ്റഡ് ടു ദ ജോബ്. എങ്ങനെയാണ്? ഡയറക്റ്റ് ആണ്, സിമ്പിൾ ആണ്, ജോബുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
The question in return request reference should be, നമ്മളോടാണെങ്കിലും ഒരു റെഫറൻസ് ലെറ്റർ അത് ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി അവിടെ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുത്ത്, എങ്കിലും എന്താണ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിട്ടേൺ റെഫറൻസ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. The questions in return request reference should be direct, simple and related to the job. Direct, simple ആണ്, ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ്. Return reference should be used for exempt and non-exempt employees. Return reference ആണ് ഉപയോഗിക്കുന്നത്, should be used for അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട, നോൺ എക്സെപ്റ്റ് ഒഴിവാക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ആവശ്യം, ഇപ്പൊ എല്ലാവർക്കും ഇത് റെഫറൻസ്, റിട്ടേൺ റെഫറൻസ് ചിലപ്പോ വേണമെന്നില്ല. അതായത് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എംപ്ലോയേഴ്സ്, അതായത് റിട്ടേൺ റെഫറൻസ് അത് ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും, അതാ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇത് വേണമെന്നില്ല. റിട്ടേൺ ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് അറിയാവുന്ന എംപ്ലോയി ആണെങ്കിൽ, തൊഴിലാളിയാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതാണ് ഒഴിവാക്കപ്പെട്ടതും. റിട്ടേൺ റെഫറൻസ് നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉള്ളവരും അതിൽ നിന്ന് വേണ്ടാത്ത എംപ്ലോയീസും അവർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ചിലർക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ, എല്ലാവർക്കും വേണമെന്നില്ല. ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ലെറ്റർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ശേഖരിക്കാനായിട്ട് ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. റിട്ടേൺ ആണ് നമ്മൾ എഴുതി കൊടുക്കുകയാണ് അതിനകത്ത്. ഇനി അടുത്ത് നോക്കിയേ, പേഴ്സണൽ റെഫറൻസ് ആണ്. പേഴ്സണൽ റെഫറൻസ് അതെങ്ങനെയാ? വ്യക്തിപരമായിട്ടുള്ളത്. ഇപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇനിയിപ്പൊ എനിക്ക് ഞാൻ റെഫർ ചെയ്യാണ്. ഇപ്പൊ ഞാൻ അക്ഷയന് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ റെഫർ ചെയ്യുകയാണെങ്കിൽ എന്നെ കുറിച്ചുള്ള വിവരം അക്ഷയോട് ചോദിക്കാം, അല്ലെ? റെഫർ ചെയ്യാം. എംപ്ലോയറിന് അക്ഷയനെ വിളിച്ച് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ശരിയാണോ ഇതാണുള്ളത് അങ്ങനെ ചോദിക്കാം. ഇതാണ് പേഴ്സണൽ റെഫറൻസ് എന്ന് പറയുന്നത്. Many organizations give reference form to the candidates in which the name of known people are requested. അതായത് മിക്ക ഓർഗനൈസേഷനും ഈ കാൻഡിഡേറ്റ്സിന് നൽകുന്നു, ഗിവ് റെഫറൻസ് ഫോം നൽകും. Reference form to the candidates in which the name of known people are requested. അതായത് എനിക്ക് അറിയാവുന്ന ആളുകളുടെ, അല്ലെ, അറിയപ്പെടുന്ന ആളുകള്, ഞാനിപ്പോ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളെ റെഫറൻസിന് വെക്കാൻ പറ്റുള്ളൂ. എന്നെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരാളെ എനിക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ആ റെഫറൻസ് ഫോമില്, ഓർഗനൈസേഷൻ തരുന്ന റെഫറൻസ് ഫോമില് ഞാൻ അക്ഷയിനെയാണ് എനിക്ക് അറിയാവുന്നത്, ഞാൻ അക്ഷയുടെ പേര് അവിടെ വെക്കും. അത് ജോൺസിനെയാണ് എനിക്ക് അറിയാവുന്നതെങ്കിൽ ഞാൻ റെഫറൻസ് ആരാ ജോൺസി എന്ന് പറഞ്ഞ് ജോൺസിയുടെ ഡീറ്റെയിൽ വെക്കുള്ളൂ. അപ്പൊ എന്നെ റെഫർ ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്നെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെല്ലാം പോസിറ്റീവായിട്ട് പറയുന്നു, അല്ലെ? ഇപ്പൊ ജോൺസിയോട് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തത കിട്ടും അത്, അല്ലെ? എന്നെ കുറിച്ച് എന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് വേറൊരാളെയാണ് അവിടെ പറയുന്നത്. അതാരാ? എനിക്ക് അറിയപ്പെടുന്ന ഒരാള്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു പേരാണ് അവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ ഓക്കെ, it is lengthy process and sometimes this process is not useful. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, കുറെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. Sometimes this process is, ചില സമയത്ത് പ്രോസസ് യൂസ്ഫുൾ അല്ല. അതായത് ഞാനും ജോൺസി നല്ല തിക്ക് ഫ്രണ്ടാണ്. അപ്പൊ എന്നെ കുറിച്ച് ഇനിയിപ്പോ ഞാൻ ഇച്ചിരി മോശമാണെങ്കിൽ പോലും ജോൺസി അത്രയും അങ്ങോട്ട് പറയൂല, അല്ലെ? എല്ലാം നല്ലതാണെന്നുള്ള രീതിക്കാ പറയുള്ളൂ. ഞങ്ങള് ശംഖ് ഫ്രണ്ട്സ് ആണ്, തിക്ക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്നെ കുറിച്ച് ഈ ഒരു വേറൊരു സ്ഥാപനത്തിന് ഒരു വെരിഫിക്കേഷൻ, ഇതൊരു റെഫറൻസിന് വേണ്ടി ചോദിക്കുമ്പോൾ എന്നെ കുറിച്ച് എല്ലാം പോസിറ്റീവായിട്ടും എന്റെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് അതുകൊണ്ട് നമുക്ക് ഇത് അത്രയും ഒരു ഉപയോഗപ്രദമല്ല എന്ന് പറയുന്നത്. The personal reference should only be used in those cases where there is no option for any other reference check. ഇതിനു വേണ്ടിയാ നമുക്ക് ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, റെഫറൻസ് ചെക്കിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ പേഴ്സണൽ റെഫറൻസ് ഉപയോഗിക്കുള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
റെഫറൻസ് ഫോംസ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുകയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയാവുന്ന ഒരാളുടെ പേരാണ് അവിടെ കൊടുക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അതുപോലെ ഈ പ്രോസസ്സ് നമുക്ക് എന്താണ് അത്ര യൂസ്ഫുൾ ആണെന്ന് പറയാനും പറ്റില്ല. The personal reference should only be used in those cases where there is no option for any other reference check. മറ്റു റെഫറൻസ് ചെക്കിന് അധികം ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പേഴ്സണൽ റെഫറൻസ് ഉപയോഗിക്കുള്ളൂ. In this method, employees get a clear picture of the applicants. ഈ മെത്തേഡില് എംപ്ലോയീസിന്റെ എംപ്ലോയർ ആണ് കേട്ടോ അത്. ഒന്ന് നോക്കി നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ശരിയാണോ നോക്കി. എംപ്ലോയർ ആണ്. In this method, employer get a clear picture. എംപ്ലോയറിന് ഒരു നല്ലൊരു പിക്ചർ കിട്ടുന്നു ആപ്ലിക്കൻസിനെ കുറിച്ച്. നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നു. Because this type of reference check is conducted by people who know very little about the applicants. ഈ റെഫറൻസ് ചെക്ക് എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത്? അതായത് നമുക്ക് ഇപ്പൊ എന്നെ കുറിച്ച് എംപ്ലോയറിന് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ശരിക്കും കണ്ടക്റ്റഡ് എന്തിനു വേണ്ടിയാണ് ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നത്? ബൈ ദ പീപ്പിൾ ഹു നോ വെരി ലിറ്റിൽ അബൌട്ട് ആപ്ലിക്കൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പേഴ്സണൽ റെഫറൻസിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഇവിടെ എംപ്ലോയറിനാണ് കേട്ടോ ഞങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിടാം. അത് എംപ്ലോയർ ആണ്. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയത്. ഇവിടെ എംപ്ലോയീസിനാണ്, പക്ഷെ തെറ്റാണ്. എംപ്ലോയറിന് ഒരു നല്ലൊരു പിക്ചർ ആപ്ലിക്കൻസിനെ കുറിച്ച് ക്ലിയർ പിക്ചർ കിട്ടുന്നു. This type of reference check is conducted by the people who ഇതെപ്പോഴാ നമ്മളെ കുറിച്ച് ഒട്ടും അറിയില്ലെങ്കിൽ മാത്രം, ആപ്ലിക്കൻസിനെ കുറിച്ച് ഒട്ടും അറിയില്ലെങ്കിൽ മാത്രം ഈ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്താൽ മതി. ഇനി ലാസ്റ്റത്തെയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. In this method, the employees can use educational institutions to verify the candidate's information. കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആണ് ഉപയോഗിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഞാൻ നേരത്തെ പഠിച്ചിരുന്ന ആ സ്ഥാപനത്തെയാണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അവര് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നെ കുറിച്ചുള്ള വിവരങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. In which of the following method the employee can be used in educational institutions to verify the candidate's information? This method is used to check the integrity, samagrata of the educational record provided by the candidates. Candidates provide ചെയ്തിട്ടുള്ള educational record. എന്റെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ കാര്യങ്ങള്, അതിന്റെ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ കാണിക്കുന്ന റെക്കോർഡ്, എഡ്യൂക്കേഷണൽ റെക്കോർഡിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമഗ്രത കിട്ടുന്നു. അത് ചെക്ക് ചെയ്യാനായിട്ട്, സമഗ്രത പരിശോധിക്കാനായിട്ട്, ഇന്റഗ്രിറ്റി പരിശോധിക്കാനായിട്ട് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കും. ഓക്കെ, 5 ടൈപ്പാണ്. അത് നോക്കി വെക്കുക കേട്ടോ മെത്തേഡുകൾ. ഒന്ന് നമ്മൾ പറഞ്ഞത് ഏതാ? നമുക്ക് ഇന്റർനെറ്റിൽ കൂടെ, രണ്ടാമത്തെ ഫോണിൽ കൂടെ, മൂന്നാമത്തെ റിട്ടേൺ റെഫറൻസ് ആയിട്ട് പേഴ്സണൽ റെഫറൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി അടുത്തതാണ് സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ. നോക്കിയേ, സെലക്ഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ. ഹയറിംഗ് വെച്ചാൽ തീരുമാനം, സെലക്ട് ചെയ്യാണ് നമ്മൾ. സെലക്ഷൻ ഡിസിഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ. A selection or hiring decision should be made after interviewing the candidates. Candidatesനെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമല്ലേ സെലക്ഷൻ തീരുമാനം എടുക്കുന്നത്. Selection or hiring decision should be made after interviewing the candidates for the position. ആ പൊസിഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമാണ് സെലക്ഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്നത്. ശരിയല്ലേ? ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം നിയമന തീരുമാനമൊക്കെ വന്നത്, അവരവരുടെ അപ്പോയിന്റ് ചെയ്യണോ നിയമിക്കണോ എന്നുള്ളത് ഇന്റർവ്യൂവിൽ ഓക്കെ ആണ്, എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ അവരെ സെലക്ട് ചെയ്യുള്ളൂ. The employer must identify which candidates is situated for the job, ഏത് കാൻഡിഡേറ്റ്സ് ആണ് ആ ജോലിക്ക് സ്യൂട്ടഡ് ആകുന്നത് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എംപ്ലോയർ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു.
employer must identify which candidates is suited for the job. ഏത് candidates ആണ് ആ job position നല്ല രീതിയിൽ നിർവഹിക്കാൻ ഏത് candidates ആണോ suited എന്നുള്ളത് employer identify ചെയ്യുന്നു. Hiring decision are considered as the most important business decision which an employer take. Hiring decision എന്ന് പറയുന്നത് are considered as the most important business, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഡിസിഷൻ ആണ് അല്ലെ. എംപ്ലോയർ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആണ് hiring decision. അണ്ടർലൈൻ ചെയ്തിട്ടേ, most important business decision, hiring decision. Thus, hiring decision are vital for success of the organization. അല്ലെ, നമ്മളത് ആ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ അത് അറ്റല്ലാത്ത സ്യൂട്ടല്ലാത്ത ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷന് വിജയത്തിലേക്ക് എത്തില്ല അല്ലെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ജോലി പെർഫോം ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാ? ഹയറിംഗ് ഡിസിഷൻ ആർ വൈറ്റൽ, സുപ്രധാനമാണ് ഫോർ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിന് ഈ ഹയറിംഗ് ഡിസിഷൻ അനുയോജ്യമാണ്. എ പുവർ ഹയറിംഗ് ഡിസിഷൻ ക്യാൻ ഹാവ് സീരിയസ് കോൺസിക്വൻസ്. എ പുവർ ഹയറിംഗ്, ഇനിയിപ്പോ നമ്മൾ അത്രയും ഹയറിംഗ് ഡിസിഷൻ ഒരു കൊള്ളില്ല, അത്രയും ബെറ്റർ അല്ല, അങ്ങനെയാണെങ്കിൽ എന്താണ്? ഹാവ് എ സീരിയസ് കോൺസിക്വൻസ്. അതിന്റെ ഫലം കൂടുതലായിരിക്കും, കോൺസിക്വൻസ് വളരെ സീരിയസ് ആയിരിക്കും അല്ലെ. ഒന്നും അറിയില്ലാത്ത ഒരാൾ കൊണ്ടുവന്ന് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങള് ശരിയാവില്ല. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിരിക്കും. രണ്ടാമത്തെ സെന്റൻസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോ, രണ്ടാമത്തെയും അണ്ടർലൈൻ ചെയ്തോ അവിടെ. പിന്നെ അടുത്തത് മൂന്നാമത്തെ സെന്റൻസ് നോക്കിയത് ഹയറിംഗ് ഡിസിഷൻ വൈറ്റൽ, അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അത് പുവർ ഹയറിംഗ് ഡിസിഷൻ ക്യാൻ ഹാവ് ഡാഷ് എന്തുണ്ടാക്കാം? സീരിയസ് കോൺസിക്വൻസ് ഉണ്ടാക്കാം. The managers must determine whether the candidate is capable of performing the job effectively and whether he or she has all the skill, experience and education which are essential for the job. Managers തീർച്ചയായും നിർണ്ണയിക്കണം എന്ത് ആ കാൻഡിഡേറ്റ്സ് ക്യാപ്പബിൾ ആണോ, ആ ജോലി ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ചെയ്യാനായിട്ട് അവൻ നിർവഹിക്കാൻ ക്യാപ്പബിൾ ആണോ, കഴിവുണ്ടോ, he or she has എല്ലാ സ്കിൽസും ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, അതിന്റെ എഡ്യൂക്കേഷൻ ഉണ്ടോ, ആ ജോബിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് അല്ലെ മാനേജേഴ്സ്. അത് തീർച്ചയായിട്ടും ഡിറ്റർമിൻ ചെയ്യണം, നിർണ്ണയിക്കണം. Then the following points must be taken into account while making hiring decision. Hiring decision തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് കൺസിഡർ ചെയ്യണം, അത് നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങള് കണക്കിലെടുക്കണം. അപ്പൊ ഒരു നിയമന തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ ഈ കാര്യങ്ങള് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാ? എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി, ആപ്ലിക്കൻസിന്റെ എക്സ്പീരിയൻസ് നോക്കണം. ഇപ്പൊ എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് ചോദിക്കൂലേ? ഏത് ഇന്റർവ്യൂവിനാണെങ്കിലും ഏത് ജോലിയുടെ ഇതാണെങ്കിലും എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെ. ഒരു ഫ്രഷേഴ്സ് ആകുമ്പോ പിന്നെ അവർക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്ത് അതിന് കൂടുതൽ സമയം എടുക്കേണ്ടി വരും കമ്പനികള്. അതുകൊണ്ട് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. എക്സ്പീരിയൻസ് നോക്കും, അവന്റെ വർക്ക് ഹിസ്റ്ററി നോക്കും, അത് കൺസിഡർ ചെയ്യണം. പിന്നെ നോളജ് ആൻഡ് എബിലിറ്റി നോക്കും, കഴിവും അതുപോലെ തന്നെ അറിവും നോക്കും. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കും. എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്, യുക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള കഴിവ് എബിലിറ്റി നോക്കും. പിന്നെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കും, കമ്മ്യൂണിക്കേഷൻ കഴിവുകൾ നോക്കും. പിന്നെ കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി, കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത ആൻഡ് മോട്ടിവേഷൻ പ്രചോദനം ടു പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി, ആ കമ്പനിയുടെ വർക്ക് അവിടുത്തെ ജോലി നിർവഹിക്കാൻ അവന് പ്രതിബദ്ധതയുണ്ടോ, കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ പ്രചോദനം, അത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മളൊരു ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പോയിന്റ്സുകൾ നോക്കി വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്, the following points must be taken to account while making a hiring decision. ഒരു hiring decision എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നോക്കിയേ, hiring
and appropriate candidates for the organization a very difficult task. ഒരു ഹയറിംഗ് ഡിസിഷൻ അധികം ഹയർ ചെയ്യുക ഒരു പൊസിഷനിലേക്ക് ഒരു കാൻഡിഡേറ്റ്സിനെ അവിടെ നിയമിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് അല്ലെ, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആണ്. എന്തുകൊണ്ടാ? ഇഫ് ദ എംപ്ലോയർ ഹാസ് എ ഡൗട്ട് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് എബിലിറ്റി, എംപ്ലോയീസിന് എന്തെങ്കിലും എംപ്ലോയറിന് കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പാടില്ല? ഹയർ ചെയ്യാൻ പാടില്ല അല്ലെ. അത് അവർ പറഞ്ഞ രീതിയിലുള്ള പെർഫോമൻസ് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരെ കഴിവില്ല, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവരെ ആ ഒരു പേഴ്സണെ നമ്മൾ നിയമിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? അത് ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു വിജയത്തിലേക്ക് എത്തില്ല അല്ലെ. പിന്നെ അതുപോലെ തന്നെ നല്ല എബിലിറ്റി ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ ആണെങ്കിലും, പിന്നെ അല്ലെങ്കിൽ അല്ലാത്ത വല്ല ക്രിമിനൽ ഇതൊക്കെ ഉള്ള ആളുകളാണ് അവരെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ ആ എംപ്ലോയർ ആണ് ഹയർ ചെയ്തത്, നിയമിച്ചത്. അപ്പൊ അതിന്റെ ഇത് എംപ്ലോയറിനായിരിക്കും അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. എംപ്ലോയറിന് ഇനി അവരുടെ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പേഴ്സണെ എന്ത് ചെയ്യാൻ പാടില്ല? നിയമിക്കാൻ പാടില്ല. This is one fundamental role of making hiring decision. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇവിടെ എന്താ ഫണ്ടമെന്റൽ റോൾ ആയിട്ട് പറയുന്നത്? ഈ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയിൽ എംപ്ലോയറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ നിയമിക്കാൻ പാടില്ല. അതാണ് ഒരു ഫണ്ടമെന്റൽ റോള് ഹയറിംഗ് ഡിസിഷനിലുള്ള ഒരു ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായ ഒരു നിയമമാണത്. ഓക്കെ, ഓക്കെ ആണോ കാര്യങ്ങള്? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? നമ്മൾ ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? എക്സ്പീരിയൻസ്, വർക്കിംഗ് ഹിസ്റ്ററി നോക്കണം, നോളജ് എബിലിറ്റി നോക്കണം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കണം, പിന്നെ ലോജിക്കൽ പ്രോബ്ലം, യുക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി നോക്കണം, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നോക്കണം, പിന്നെ കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ, പ്രതിബദ്ധതയും പ്രചോദനവും എന്തിനു വേണ്ടിയിട്ട്? പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്ന ടിപ്സ് ആണ്, കുറച്ച് ടിപ്സ് ആണ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. ശരിയായിട്ടുള്ള നിയമന തീരുമാനം, അതിനുള്ള ടിപ്സുകള്. ഫോളോയിങ് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ, അതും നോട്ട് ചെയ്ത് വെച്ചോട്ടെ അവിടെ. ഏതൊക്കെയാണ് ടിപ്സ്? ശരിയായിട്ടുള്ള നിയമന തീരുമാനത്തിന് വേണ്ട ടിപ്സ്. Employer must understand the difference between the needs and the wants. നീഡ്സ്, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അതിന്റെ ഡിഫറൻസ് എംപ്ലോയർ മനസ്സിലാക്കണം. നീഡ്സ് ആൻഡ് വാണ്ട്സ്, ആ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതിന്റെ ഡിഫറൻസ് എന്താണ് മനസ്സിലാക്കണം. It is important for the employer to understand the skills which are necessary to perform the job. വളരെയധികം പ്രധാനമുണ്ട് എംപ്ലോയറിന്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ എംപ്ലോയർ ടു അണ്ടർസ്റ്റാൻഡ്, എംപ്ലോയർ മനസ്സിലാക്കണം ദ സ്കിൽ വിച്ച് ആർ നെസസറി ടു പെർഫോം ദ ജോബ്. ആ ജോലി നിർവഹിക്കാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള സ്കിൽ എന്താണ്, എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്, അത് എംപ്ലോയർ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റാ. ഒരാളെ കൊണ്ടുവന്ന് വെറുതെ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താ, ആദ്യം നമ്മള് ഏത് പൊസിഷനാണ്, ആ പൊസിഷൻ നല്ല രീതിയിൽ അവിടുത്തെ ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്, ആ കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കേണ്ടത്, അതേക്കുറിച്ച് ആരറിഞ്ഞിരിക്കണം? എംപ്ലോയർ മനസ്സിലാക്കണം. അത് എംപ്ലോയർ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് നോക്കിയേ, എംപ്ലോയർ മസ്റ്റ് പ്രയോറിറ്റൈസ് ദ സ്കിൽസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ്. എംപ്ലോയർ എന്തിനു മുൻഗണന നൽകണം? The skills according to the nature of the job. ജോലിയുടെ സ്വഭാവം, nature, according to the nature of the job. ജോലിയുടെ സ്വഭാവത്തിന് അനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കഴിവുകള്, അതിന് വേണം എന്ത് മുൻഗണന കൊടുക്കാനായിട്ട്. ഓക്കെ, 2 പോയിന്റ് ഓക്കെ ആണോ? Employer must prioritize the skills according to the nature of the job. ജോലിയുടെ ആ നേച്ചർ എന്താണ്, അതിനനുസരിച്ചുള്ള കഴിവുകൾക്ക് വേണ്ടി മുൻഗണന കൊടുക്കാൻ. അല്ലാത്ത വേറെ കഴിവുകൾ ഉണ്ടാവാം,
ആ കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ വേറെ വേറെ കഴിവുകളൊക്കെ ഉണ്ടാവാം, അത് നോക്കേണ്ട ആവശ്യമില്ല. ആ ജോലിക്ക് എന്തൊക്കെ കഴിവുകളാണോ വേണ്ടത് അതിനായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരെണ്ണം കൂടി പറയാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ദ എംപ്ലോയർ മസ്റ്റ് പ്രിപ്പയർ ദ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. ചുമ്മാ പോയി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കല്ല. എംപ്ലോയർ എന്ത് ചെയ്യണം? മസ്റ്റ് പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് തയ്യാറാക്കണം. ക്വസ്റ്റ്യൻസ് നേരത്തെ തയ്യാറാക്കണം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആലോചിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. എംപ്ലോയർ മസ്റ്റ് പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ബിഫോർ കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് എംപ്ലോയർ പ്രിപ്പയർ ചെയ്യണം. ഹി ഓർ ഷീ ഷുഡ് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഗൈഡ്. ഒരു ക്വസ്റ്റ്യൻ ഗൈഡ് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് സം ബിഹേവിയറൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ഗൈഡ് അവൻ തയ്യാറാക്കണം. ക്വസ്റ്റ്യൻ ഗൈഡ് തയ്യാറാക്കണം. ഓക്കെ, ബിഹേവിയറൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തണം, അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഗൈഡ് അവൻ തയ്യാറാക്കണം. ഓക്കെ, 3 പോയിന്റ് ആട്ടോ നമ്മൾ പറഞ്ഞത്. 3 പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ശരിയായ നിയമന തീരുമാനത്തിന് വേണ്ടി എടുക്കുന്ന ടിപ്സുകൾ. അതിനു വേണ്ടി അത് തയ്യാറാക്കുന്നതിനുള്ള ടിപ്സ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.